പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിപ്പടി മൈതാനത്തിൽ മൾട്ടിപർപ്പസ് പ്ലേ ഗ്രൗണ്ട്, ഓപ്പൺ സ്റ്റേജ്, പ്ലേ ഏരിയ എന്നിവയുടെ ഉദ്ഘാടനം വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇതിലെ ഒരു അത്ഭുത കാഴ്ചയായിട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത്. ഇടയ്ക്ക് സിനിമയൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വപ്ന തിയേറ്റർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. ആ കുന്തം കൊണ്ടുവന്ന് അവിടെ വെച്ചത് കൊണ്ട് ഞങ്ങളുടെ തിയേറ്ററിലേക്ക് വൈകുന്നേരം കയറിയിരുന്ന ആളുകളിൽ പലരും കുറവായി ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള റൈനോൾഡിനെയും ഈ അവസരത്തിൽ നമ്മൾക്ക് വിട്ടുകളയാൻ കഴിയില്ല. KR വിശ്വംഭരൻ, അന്നത്തെ കളക്ടറായിരുന്ന KR വിശ്വംഭരനാണ് വളരെ താല്പര്യമെടുത്ത് അതിന് അനുവാദം നൽകിയത്. KR വിശ്വംഭരൻ തന്നെ വന്നാണ് ഈ TV സ്റ്റാൻഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ നമ്മൾ മറന്നുകൂടാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഇനി ഇതൊക്കെ വിസ്മൃതിയിലാണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ധന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഈ നാട് ഒരു വെളിച്ചമായി, വീണ്ടും വെളിച്ചമായി ഈ മൈതാനത്തെ പുനരുദ്ധരിച്ച എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നമ്മുടെ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായി സംസാരിക്കുന്നത് നിബിൻ സംസാരിക്കും. ഉദ്ഘാടനം നിർവഹിച്ച വൈപ്പിൻകരയുടെ പ്രിയങ്കരനായ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK ജോഷി മാഷ്, ബഹുമാന്യനായ CP പള്ളിപ്പുറം മാഷ്, ശ്രീമതി രമണി അജയൻ ഉൾപ്പെടെയുള്ള ഏറെ പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, നമ്മളുടെ ഗ്രൗണ്ട് ഉദ്ഘാടനം പൂർത്തീകരിച്ച ഘട്ടത്തിൽ തന്നെ അതിൻ്റെ അവകാശികൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പം നോക്കിയാൽ കാണാം, കുട്ടികളവിടെ മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത്, നമ്മളിൽ പലരുടെയും ചെറുപ്പകാലത്ത്, അതുകൊണ്ട് തന്നെ കാലം പോകെ പോകെ നമ്മളുടെ കളിസ്ഥലങ്ങൾ ഭൂരിഭാഗവും നമുക്ക് നഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലങ്ങൾ ഇല്ലാതായി. ഇപ്പൊ നമ്മൾ കുട്ടികളെ പലപ്പോഴും കുറ്റപ്പെടുത്തി പറയുന്നത് ജെൻസി തലമുറയെല്ലാം ഫോണുകളിലാണ്, അവരുടെ കളി ഫോണിലാണ്. അവര് കൂടുതലും കളിക്കുന്നത് ക്രിക്കറ്റോ ഫുട്ബോളോ അല്ല, PUBG പോലെയുള്ള ഓൺലൈൻ ഗെയിമുകളാണ്. പക്ഷെ അവർക്ക് കളിക്കാനുള്ള കളിക്കളങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഫോണുകളിലേക്ക് മാറേണ്ടി വന്നു. അപ്പൊ നമ്മളുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതി, ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളമെങ്കിലും സ്ഥാപിക്കാം എന്നുള്ള ഈ പദ്ധതി ഏറെ മാതൃകാപരമാണ്. കാരണം നമ്മളുടെ കുട്ടികൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തേണ്ടത് ഏറെ അത്യാവശ്യമാണ്. കാര്യം, കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ പണ്ടത്തെ അമ്മമാരും ഇപ്പോഴത്തെ അമ്മമാരും അച്ഛന്മാരും എല്ലാം വടിയുമായി ചെന്ന് പോയിരുന്ന് പഠിക്കടാ എന്ന് പറഞ്ഞ് അന്നും ഇന്നുമൊക്കെ വീട്ടിലേക്ക് ഓടിക്കാറുണ്ട്. പക്ഷേ പഠിത്തത്തിനൊപ്പം കളിയും ഏറെ അത്യാവശ്യമാണ് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന നിരവധി മാതൃകകളുണ്ട്. സ്പോർട്സിലൂടെ പ്രശസ്തരായ പ്രഗത്ഭരായ നിരവധി വ്യക്തികൾ നമ്മളുടെ നാട്ടിൽ എല്ലായിടത്തുണ്ട്. നമ്മളുടെ കൊച്ചു ഈ പ്രദേശങ്ങളിലും എല്ലാം ഉണ്ട്. ഇപ്പോ നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ അഭിമാനത്തോടെ ഓർക്കുന്ന സഞ്ജു സാംസൺ നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. കാരണം ഏറെ അടിച്ചമർത്തപ്പെട്ട ഇടത്ത് നിന്ന് ഉയർന്നു വന്ന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി നമുക്കെല്ലാം അഭിമാനമായി കഴിഞ്ഞ ഇന്നലെ സമാപിച്ച ക്രിക്കറ്റ് ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെന്റായി മാറിക്കൊണ്ട് നമ്മൾ എല്ലാ മലയാളികൾ, ഇന്ത്യക്കാരെല്ലാം, പ്രത്യേകിച്ച് മലയാളികൾ ഏറെ അഭിമാനത്തോടെയാണ് ആ ഒരു സന്ദർഭത്തെ കാണുന്നത്.